ബംഗ്ലാദേശിലെ ചിറ്റഗോങ്ങിൽ സൈനിക പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നതിനെ ഇന്ത്യ എങ്ങനെ കാണണം? ചിറ്റഗോങ്ങിലെ ഷാ അമാനത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വ്യോമസേനയുടെ C-130J സൂപ്പർ ഹെർക്കുലീസ് അടുത്തിടെ ഇറങ്ങി. സാധാരണയായി ജപ്പാനിലെ വ്യോമസേനയുടെ യോക്കോട്ടോ സ്റ്റേഷൻ അധിഷ്ഠിതമായ ഒരു തന്ത്രപരമായ ഗതാഗത വിമാനമാണിത്. ചിറ്റഗോങ്ങിലെ ബംഗ്ലാദേശ് വ്യോമസേന സഹൂറുൽ ഹക്ക് ബേസിൽ ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ പസഫിക് ഏഞ്ചൽ 25-3 അഭ്യാസങ്ങൾ ആരംഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്. നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങൾ ഇതാ. ബംഗ്ലാദേശിലെ നടപടികളിൽ ഇന്ത്യ ആശങ്കപ്പെടേണ്ടതുണ്ടോ? വ്യോമസേനയുടെ C-130J സൂപ്പർ ഹെർക്കുലീസ് ട്രാൻസ്പോർട്ട് വിമാനം അടുത്തിടെ ബംഗ്ലാദേശിലെത്തി. വ്യോമസേന, ബംഗ്ലാദേശ് വ്യോമസേന, ശ്രീലങ്കൻ വ്യോമസേന എന്നിവ ഓപ്പറേഷൻ പസഫിക് ഏഞ്ചൽ 25-3 നടത്തുന്ന പശ്ചാത്തലത്തിലാണ് ഇത്. തിങ്കളാഴ്ച, അതായത് സെപ്റ്റംബർ 15 ആരംഭിച്ച ഈ അഭ്യാസം 4 ദിവസം നീണ്ടു നിൽക്കും. അമേരിക്കയും ബംഗ്ലാദേശും ചേർന്ന് എക്സസൈസ് ടൈഗർ ലൈറ്റ്നിങ്സ് 2025 നടത്തിയതിന് മാസങ്ങൾക്ക് ശേഷമാണ് ഈ അഭ്യാസം. ബംഗ്ലാദേശ് സൈനിക പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നതിൽ ഇന്ത്യ ആശങ്കപ്പെടേണ്ടതുണ്ടോ? C-130J സൂപ്പർ ഹെർക്കുലീസ് അടുത്തിടെ ചിറ്റഗോങ്ങിലെ ഷാ അമാനത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങി. ഹെർക്കുലീസ് ക്രാഫ്റ്റ് സാധാരണയായി ജപ്പാനിലെ വ്യോമസേനയുടെ യോക്കോട്ടോ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ഒരു തന്ത്രപരമായ ഗതാഗത വിമാനമാണ്. ചിറ്റഗോങ്ങിലെ ബംഗ്ലാദേശ് വ്യോമസേന സഹൂറുൽ ഹക്ക് ബേസിൽ 3 വ്യോമസേനകളും ചേർന്ന് പസഫിക് ഏഞ്ചൽ 25-3 ആരംഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്. ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ ഒരു ദശാബ്ദത്തിലേറെയായി ഇൻഡോ പസഫിക് മേഖലയിലുടനീളം ഈ അഭ്യാസം നടന്നുവരുന്നു. പ്രതിരോധ സഹകരണം, പരസ്പര പ്രവർത്തനക്ഷമത, ഹ്യൂമാനിറ്റേറിയൻ റെസ്പോൺസ് എന്നിവ ശക്തിപ്പെടുത്തുന്നതിനാണ് ഈ അഭ്യാസം ഉദ്ദേശിച്ചതെന്ന് അവർ പറയുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം പസഫിക് വ്യോമസേനയിൽ നിന്നുള്ള 2 എണ്ണം ഉൾപ്പെടെ 3 C-130J വിമാനങ്ങൾ ഈ അഭ്യാസത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ബംഗ്ലാദേശ് വ്യോമസേനയിൽ നിന്നുള്ള ഒരു Mi-17 ഹെലികോപ്റ്ററും പസഫിക് വ്യോമസേനയിൽ നിന്നുള്ള 2 C-130J ട്രാൻസ്പോർട്ട് വിമാനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ബംഗ്ലാദേശ് വ്യോമസേനയിൽ നിന്നുള്ള 150 പേരും വ്യോമസേനയിൽ നിന്നുള്ള 92 പേരും ഉൾപ്പെടെ കുറഞ്ഞത് 242 പേർ ഈ അഭ്യാസത്തിൽ പങ്കെടുക്കുന്നു. ബംഗ്ലാദേശിലെ ചാർജ് ഡി അഫയേഴ്സ് ട്രേസി ആൻഡ് ജേക്കബ്സൺ അഭ്യാസങ്ങൾ പരിശോധിക്കാൻ ബേസ് സന്ദർശിച്ചു. ധാക്കയിലെ എംബസിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, പസഫിക് എയർഫോഴ്സിൻ്റെ പ്രതിനിധികൾ, BAF ബേസിലെ സഹൂറുൽ ഹക്കിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരും അവർക്കൊപ്പം ചേർന്നു. ചിറ്റഗോങ് പ്രദേശത്ത് മറ്റൊരു ബംഗ്ലാദേശ് സംയുക്ത അഭ്യാസം ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞയാഴ്ച നിരവധി സൈനികർ ചിറ്റഗോങ്ങിലെത്തിയതായി പറയപ്പെടുന്നു. ഒരുപക്ഷെ അവരുടെ ലക്ഷ്യം പരിശീലനം, ലോജിസ്റ്റിക്, ആസൂത്രണം, നിരീക്ഷണം എന്നിവ ആകാം. അല്ലെങ്കിൽ അവർ എന്ത് അഭ്യാസത്തിലാണ് പങ്കെടുക്കുന്നതെന്ന് വ്യക്തമല്ല എന്ന് പറയുന്നതും ശരിയാണ്. സിൽഹെറ്റിലെ ജലാലാബാദ് കണ്ടോൺമെൻറ്റിൽ ഇരു രാജ്യങ്ങളും ചേർന്ന് ടൈഗർ ലൈറ്റ്നിങ് 2025 എന്ന സൈനികാഭ്യാസം നടത്തിയ മാസങ്ങൾക്ക് ശേഷമാണ് ഈ അഭ്യാസം. ബംഗ്ലാദേശ് ആർമി, ആർമി, പസഫിക് കമാൻഡ്, നെവാഡ നാഷണൽ ഗാർഡ് എന്നിവ തമ്മിലുള്ള 6 ദിവസത്തെ സൈനികാഭ്യാസമായിരുന്നു ഇത്. 2025 ജൂലൈ 24 മുതൽ 30 വരെ നടക്കുന്ന ഈ അഭ്യാസത്തിൽ നെവാഡ നാഷണൽ ഗാർഡിലെ ഡസൻ കണക്കിന് ഉദ്യോഗസ്ഥരും ബംഗ്ലാദേശിലെ പാരാ കമാൻഡോ ബ്രിഗേഡിലെ 100 എലൈറ്റ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. സംയുക്ത പ്രവർത്തന ശേഷികൾ, സന്നദ്ധത, പരസ്പര പ്രവർത്തനക്ഷമത എന്നിവ വർദ്ധിപ്പിക്കുന്നതിനാണ് ഇത് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. തീവ്രവാദ വിരുദ്ധ പരിശീലനം, കാട്ടിലെ യുദ്ധമുറകൾ, യുദ്ധ അപകട പരിചരണം എന്നിവ പ്രത്യേക പരിശീലനത്തിൽ ഉൾപ്പെടുന്നു. ഇതിൽ ഇന്ത്യ ആശങ്കപ്പെടേണ്ടതുണ്ടോ എന്നതാണ് പ്രധാന ചോദ്യം. ഒരുപക്ഷെ ഇന്ത്യയുടെയും മ്യാൻമാറിൻ്റെയും അതിർത്തിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന ചിറ്റഗോങ് തന്ത്രപരമായി പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ഇക്കോണമിക് ടൈംസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ദക്ഷിണേഷ്യയ്ക്ക് പുറത്തുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ കാര്യത്തിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന് ബംഗ്ലാദേശിനെ ഒരു താവളമായി ഉപയോഗിച്ചേക്കാമെന്ന് ചിലർ ആശങ്കപ്പെടുന്നുണ്ട്. 2024 ഓഗസ്റ്റിൽ മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കുന്നതിലേക്ക് നയിച്ച പ്രതിഷേധങ്ങളിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ടെന്ന് മുമ്പ് ആരോപിക്കപ്പെട്ടിരുന്നു. പുതിയ ഭരണമാറ്റത്തിൻ്റെ കാര്യത്തിൽ ബംഗ്ലാദേശിൽ ന് പങ്കുണ്ടെന്ന ആരോപണം ട്രംപ് ഫെബ്രുവരിയിൽ നിഷേധിച്ചിരുന്നു. 2024 ഓഗസ്റ്റിൽ ആഴ്ചകൾ നീണ്ടുനിന്ന പ്രതിഷേധത്തിനും ആക്രമണത്തിനും ശേഷം 600-ലധികം പേരുടെ മരണത്തിന് കാരണമായതിനെ തുടർന്ന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രസ്ഥാനം പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കി.
76-കാരിയായ ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. തുടർന്ന് നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനുസിൻ്റെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല സർക്കാർ രൂപീകരിച്ചു. സെൻറ്റ് മാർട്ടിനസ് ദ്വീപ് യുഎസിന് കൈമാറാൻ ഹസീന വിസമ്മതിച്ചതായി ആരോപിക്കപ്പെടുന്നതിനാൽ അമേരിക്കയ്ക്ക് അവരോട് അതൃപ്തിയുണ്ടായിരുന്നുവെന്ന് അവകാശവാദങ്ങളുണ്ട്. കഴിഞ്ഞ മാസം ധാക്കയിലെ ഒരു ആഡംബര ഹോട്ടലിൽ നിന്ന് ഒരു US സ്പെഷ്യൽ ഫോഴ്സ് ഓഫീസറുടെ മൃതദേഹം കണ്ടെത്തിയതായും ചിലർ ചൂണ്ടിക്കാട്ടുന്നു. പോസ്റ്റ്മോർട്ടം നടത്താതെ മൃതദേഹം എംബസി ഉദ്യോഗസ്ഥർക്ക് കൈമാറിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. പത്രം പറയുന്നതനുസരിച്ച് ഈ മേഖലയിൽ അമേരിക്കയുടെ പ്രൊഫൈൽ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭൗമരാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ പരിഗണിക്കേണ്ടതാണ്. ദക്ഷിണേഷ്യയിൽ ചൈനയുടെ സ്വാധീനത ചെറുക്കാൻ US ശ്രമിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ അത് മേഖലയിലെ അധികാരത്തിൻ്റെയും സുരക്ഷയുടെയും സന്തുലിതാവസ്ഥയിൽ മാറ്റം വരുത്തിയേക്കാം. ഈ അഭ്യാസങ്ങൾക്കും സൈനിക വിന്യാസങ്ങൾക്കും പിന്നിൽ എന്തായിരിക്കുമെന്ന് ചിലർ ചിന്തിക്കുന്നുണ്ട്. ഇന്ത്യയെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ലോജിസ്റ്റിക് അല്ലെങ്കിൽ ഇൻ്റലിജൻസ് പ്രവർത്തനങ്ങൾക്കുള്ള കേന്ദ്രമായി ബംഗ്ലാദേശ് ഉപയോഗപ്പെടുന്നുണ്ടോ എന്ന് വിശകലന വിദഗ്ധർ ചോദ്യം ചെയ്യുന്നു. ബംഗ്ലാദേശിൽ US സാന്നിധ്യം വർദ്ധിക്കുന്നത് വാഷിങ്ടണിനെ സന്തോഷിപ്പിക്കാൻ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനെ വളരെയധികം നിർബന്ധിതരാക്കും. അത് അയൽ സർക്കാരുകളുമായുള്ള സംഘർഷം വർദ്ധിപ്പിക്കും. മ്യാൻമാറിലെ വിമത ഗ്രൂപ്പുകളുമായി അമേരിക്കയും ചൈനയും ബന്ധം സ്ഥാപിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട്. ഇത് മ്യാൻമാറുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ത്യക്ക് അപകട സാധ്യത വർദ്ധിപ്പിക്കും. ഇത് കലാപങ്ങളും അഭയാർത്ഥി പ്രവാഹവും ഒരുപക്ഷെ ക്ഷണിച്ചു വരുത്തിയേക്കാം. എന്നിരുന്നാലും ഈ ഘട്ടത്തിൽ പലതും അജ്ഞാതമായി തുടരുന്നു. ഉത്തരങ്ങളെക്കാൾ കൂടുതൽ ചോദ്യങ്ങളുണ്ടെന്ന് തീർച്ചയായും തോന്നുന്നു.